അല്ലെ ബോഡി കണ്ട ഞാൻ പോട്ടോ വണ്ടില്ല ഞാനങ്ങനെ ഇപ്പൊ വെറുതെ ഇറങ്ങാറാക്കല്ലേ. എന്റെ ഉണ്ണിയെ സ്കോർ നമുക്ക് വിളിച്ചു വെച്ചാ പോരെ. ഈ അയലക്കത്തൊരു മനുഷ്യൻ മരിച്ചടക്കുമ്പോ നമ്മൾ ബ്രസീലിൽ മാറുന്ന മോശല്ലേ. അങ്ങനെ പുറത്തുനിന്ന് ഒരാളുടെ ആൾക്കാരൊന്നുമില്ലടോ. ആ ശശിയെ എന്റെ ഓട്ടോഷോടൊന്ന് മാറ്റിട്ട് ആൾക്കാർ കയറണ്ടേ. വന്ന പാട് ഇങ്ങനൊക്കെ കളി തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് വിവരം അറിഞ്ഞത്. അപ്പൊ നമ്മള് നേരെ പോന്നു. വരണ്ടേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തോക്കാൻ പോണ കളി കണ്ട വല്ല കാര്യമുണ്ടോ? എടാ നാടാ സൗദിയോട് തോൽക്കാം. നല്ല പൊരുതിട്ട തോറ്റ്. ആ പൊരുതി, അവര് പൊരുതി. അല്ല തോൽത്തു തന്നെ ഓന് ചൊറിച്ചിലാണ്. ശശിയേട്ടോ നിങ്ങളുടെ പ്രഭാകരൻ അടിച്ച് കിണ്ടായി വരുന്നുണ്ട്. നീയും ചന്ദ്രനൊക്കെ എന്തിനാ ഇവിടെ വന്ന് മുളഞ്ഞിറക്കണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. മനസ്സിലായി? ആൾക്കാരൊക്കെ വന്നത് ഇല്ല, ഇവരിവിടെ മണിച്ചേനും കിണിച്ചേനൊക്കെ ആയിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കൊടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാൻ. ബന്ധുക്കളൊക്കെ വരാനുള്ളതാണ്. എന്ത് ബന്ധുക്കൾ? നീയൊക്കെ എവിടെയൊക്കെ കിടന്ന് തെണ്ടി തിരിഞ്ഞവരൊക്കെ ഇവിടെ വന്നിട്ട് വേണ്ടപ്പെട്ട ഒരാളോട് മരിച്ചു. രാജീവൻ നിനക്കറിയോ, കഴിഞ്ഞ തിരുവോണത്തിന് അദ്ദേഹം പൂതിപ്പെട്ടിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോ ഇവരെന്നെ അടിച്ചോട്ടിച്ചു. അതൊന്നും ഇപ്പൊ പറയണ്ട. അതെ, അവരെങ്ങനെ കുറ്റം പറയാ? നിങ്ങളെ മരിക്കാണെങ്കിൽ ആൾക്ക് ചാരല്ലേ വയലൊഴിച്ചു കൊടുത്ത്? രാജീവ, നീ പറയരുത്. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇരിപ്പ് വശം അനുസരിച്ച് നീ ഇപ്പൊ എന്നോട് പറയാൻ പാടില്ല. ഞാനാ പറയണേ. അതെ, നിങ്ങൾ നല്ല നാറ്റുണ്ട്. എന്ത് നാറ്റത്? നിങ്ങൾ മോക കഴിയിട്ടതൊന്നും തെച്ചു പോയി. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വരണ്ടേ അതിന് മെണിങ്കോ, അതാ നല്ലത്. രാജീവ്, ഈ സൗകര്യം പോലെ മൂപ്പരൊന്ന് കൊണ്ടുപോട്ടെ. ആ ബോർഡ് കാണിച്ചു. എനിക്ക് ഈ മനുഷ്യനെ കാണാനേ നിങ്ങളുടെ ഒരാളുടെ ഔദാര്യം ആവശ്യമില്ല. ഞാൻ പോയി കാണും, ഞാൻ കാണും.